ഹായ് ഓൾ. പിൻകോഡിന് പകരമായി ഡിജിപിൻ വരുന്നു എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. എന്താണ് ഡിജിപിൻ, എങ്ങനെയാണ് ഡിജിപിൻ കണ്ടെത്തുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പിൻകോഡിന് പകരമായിട്ടല്ല, പിൻകോഡിനോടൊപ്പം തന്നെ കൂടുതൽ കൃത്യതയ്ക്ക് വേണ്ടി തപാൽ വകുപ്പ് വികസിപ്പിച്ചെടുത്ത രാജ്യവ്യാപക ഡിജിറ്റൽ അഡ്രസ്സിംഗ് സംവിധാനമാണ് ഡിജിപിൻ എന്ന് പറയുന്നത്. എന്താണ് ഡിജിപിൻ കൊണ്ടുള്ള ഗുണം? സാധാരണ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ ഒക്കെ മേൽവിലാസം കണ്ടെത്താൻ നമ്മൾ പിൻകോഡാണ് ഉപയോഗിക്കുക. പിൻകോഡ് വിശാലമായ ഒരു സ്ഥലത്തെ തന്നെ കവർ ചെയ്യും. പക്ഷേ ഡിജിപിൻ വരുന്നതോടുകൂടി വിശാലമായ ഒരു സ്ഥലത്തെ പോലും 4 ചതുരശ്ര മീറ്ററുള്ള ചെറിയ ഭാഗങ്ങളായി തിരിച്ച് ഓരോ ഭാഗത്തിനും 10 അക്കങ്ങളുള്ള കോഡുകൾ നൽകും. ഈ കോഡുകൾ വഴി ചെറിയ സ്ഥലങ്ങളെ പോലും നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഇ കൊമേഴ്സിനും സർക്കാർ സേവനങ്ങൾക്കുമൊക്കെയാണ് ഇത് കൂടുതലായി ഗുണം ചെയ്യുന്നത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളെ പോലും നമുക്ക് ഇതിലൂടെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ പോസ്റ്റൽ അഡ്രസ് സ്ഥലങ്ങളെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ ഡിജിപിൻ ഭൂമിശാസ്ത്ര കോർഡിനേറ്റുകൾ ഉപയോഗിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തപാൽ വകുപ്പും IIT ഹൈദരാബാദും ചേർന്നാണ് ഈ നൂതന സംവിധാനം വികസിപ്പിച്ചെടുത്തത്. ഗൂഗിളിൽ മൈ ഡിജിപിൻ എന്ന പോർട്ടലിലൂടെ നമുക്ക് നമ്മുടെ ഡിജിപിൻ കണ്ടെത്താനാവും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡിജിപിൻ കണ്ടെത്തുന്നതെന്ന് നോക്കാം. ഡിജിപിൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് അതിൽ നോ യുവർ ഡിജിപിൻ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൽ വരുന്ന dac.indiapost.gov.in എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിലെ നോ യുവർ ഡിജിപിൻ എന്നുള്ള ലിങ്കാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. ആ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഡിജിപിന്നിൻ്റെ ഒരു QR കോഡും ഡിജിപിൻ എക്സാമ്പിളും ഒക്കെ ആയിരിക്കും കാണിക്കുക. അതിന് താഴെയായി ഓപ്പൺ ഇൻ ഗൂഗിൾ മാപ്സ്, ചെക്ക് യുവർ ഡിജിപിൻ എന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാകും. നമുക്ക് ഈ ഒരു ഡിജിപിന്നെ ഗൂഗിൾ മാപ്പിൽ ഓപ്പൺ ചെയ്യുകയും അതുപോലെ നമ്മുടെ ഡിജിപിൻ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുമുള്ള ഓപ്ഷനാണിത്. അപ്പോൾ ഇതിൽ ചെക്ക് യുവർ ഡിജിപിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ലൊക്കേഷൻ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ മൊബൈലിലാണെങ്കിലും ഏത് ഡിവൈസാണോ യൂസ് ചെയ്യുന്നത് അതിൽ ലൊക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടാവണം. ഈ ഒരു സൈറ്റിലേക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ലോഗിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ലൊക്കേഷൻ എനേബിൾ ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഗ്രാൻഡ് ചെയ്യാനുള്ള ഒരു വിൻഡോ ആയിരിക്കും വരിക. അതിൽ ഐ കൺസെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കണം എനേബിൾ ചെയ്യേണ്ടത്. അതിനുശേഷം ഈ താഴെയായി കാണുന്ന 10 അക്ക നമ്പറാണ് നമ്മുടെ ഡിജിപിൻ എന്ന് പറയുന്നത്. നമ്മൾ ഏത് ലൊക്കേഷനിലാണോ ഇപ്പോൾ ഉള്ളത് ആ ലൊക്കേഷൻ്റെ കറണ്ട് ഡിജിപിൻ ആണ് അവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു ഡിജിപിന്നിനെ തന്നെ നമുക്ക് QR കോഡായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓപ്പൺ ഗൂഗിൾ മാപ്സ് എടുക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ വ്യൂ ചെയ്യാം. അതുപോലെ ഈ ഡിജിപിൻ കോപ്പി ചെയ്യണമെങ്കിൽ ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഐക്കണുണ്ട്. ഷെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഡിജിപിൻ നമുക്ക് വാട്സപ്പ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയാസിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും. ഇത് കൂടാതെ തന്നെ നിങ്ങളുടെ കൈവശം ഒരു ഡിജിപിൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിജിപിന്നിൻ്റെ ലൊക്കേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡും ലോജിറ്റ്യൂഡും ഉപയോഗിച്ച് ആ ഏരിയയുടെ ഡിജിപിൻ ഏതാണെന്ന് കണ്ടെത്താനുള്ള സംവിധാനവും ഈ വെബ്സൈറ്റിൽ തന്നെ തപാൽ വകുപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്.